കല എന്ന വാക്ക് തന്നെ ജന്മസിദ്ധമായിട്ടോ അഭ്യാസത്തിലൂടെ നേടിയ കഴിവുകളുടെ പ്രകാശനം, ഇതിനെയാണ് കല എന്ന് വിശേഷിപ്പിക്കുക. രണ്ട് രീതിയിലുള്ള കലകളുണ്ട്: ലളിത കലകൾ, പ്രയോജന കലകൾ. ലളിത കലകൾ സൗന്ദര്യബോധത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. പ്രയോജന കലകൾ ഉപയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. എനിക്ക് തോന്നുക ഈ സ്റ്റേജ് ഈ കലാരൂപങ്ങളിലെ ഓരോ ഭാവങ്ങളെയും നവരസങ്ങളെയും ആവിഷ്കരിക്കാൻ പോന്ന വലിയ മനുഷ്യ ജീവിതത്തിന്റെ മനസ്സായി ഞാൻ ഈ സ്റ്റേജിനെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശേഷിപ്പിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ തൊട്ടുപോകുന്ന അവസ്ഥകൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ ബഹുമാനിക്കേണ്ടത് സംസ്കാരമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. രണ്ടാണ് കാരണങ്ങൾ. ഒന്ന്, ഈ സ്റ്റേജിൽ കയറുന്ന കലാകാരന്മാരിൽ ചിലർ ജന്മസിദ്ധമായ കഴിവുകൾക്ക് ഉടമകളാണ്. രണ്ടാമത്തെ വിഭാഗം അവരുടെ ജീവിതത്തിൽ അഭ്യാസത്തിലൂടെ, തപസ്യയിലൂടെ രൂപപ്പെടുത്തി തേച്ച് മിനുക്കി എടുത്ത ആ കലകളുടെ ആവിഷ്കാരം അവർ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. ഈ രണ്ട് രീതിയിലും ഇവിടെ കയറി വരുന്ന ഓരോ കലാകാരന്മാരെയും നമ്മുടെ മനസ്സുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടത് ആവശ്യം. ആയതിനാൽ നല്ല സംസ്കാരമുള്ള ശ്രോതാക്കളെയും കാണികളെയുമാണ് നമുക്ക് ആവശ്യം. ഇവിടെ കയറി വരുന്ന ഓരോ കലാകാരന്മാരും ജന്മസിദ്ധമായിട്ടോ ആവർത്തിച്ച് അഭ്യസിച്ച് തേച്ച് മിനുക്കിയെടുത്ത കഴിവുകൾ നമ്മുടെ തന്നെ നേർക്ക് പിടിക്കുന്ന കണ്ണാടികളായി നമുക്ക് നോക്കിക്കാണാം. ഈ സായം സന്ധ്യ നമുക്ക് ഉത്തമമായ ജീവിതങ്ങൾക്ക് വഴികാട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ പ്രോഗ്രാം കോമ്പസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. പ്രിയ കലാസ്നേഹികളെ, നാടകം ആരംഭിക്കുകയായി. ഒരു മനുഷ്യന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് സമ്പന്നതയോ സമൃദ്ധമായ ഭൗതിക നേട്ടങ്ങളോ അല്ല, മറിച്ച് അവന്റെ ശാന്തവും സൗമ്യവുമായ സഹജീവി സ്നേഹമോ ദുഃഖിതരോടുള്ള മനസ്സലിവോ ആണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ വീണ്ടെടുക്കാനാണ് നിത്യരക്ഷകനായ ക്രിസ്തുവിന്റെ വചനാമൃതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മാനുഷികമായ ഒരു ആത്മയാത്രയിലൂടെ ആയിരങ്ങളെ മനുഷ്യരായി വീണ്ടെടുത്ത വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ഈ അരങ്ങിൽ വരച്ചിടാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഒരു വലിയ അനുഗ്രഹമാണെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ ഈ നാടകം സ്നേഹപൂർവം ഈ അരങ്ങിൽ പ്രകാശിപ്പിക്കുന്നു. സ്നേഹജാലകങ്ങൾ തുറന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ഡി ലയോള. ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്ന ഒരു മഹാവിശുദ്ധാത്മാവ്. ക്രിസ്തു ജനതയെ അവരുടെ ജഡസംശയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് ദീർഘവും ക്ലേശകരവുമായ അന്വേഷണത്തിലൂടെ നയിച്ച് അവരെ വിശ്വാസത്തിന്റെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തന്ന ഇഗ്നേഷ്യസ് ഡി ലയോള. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാപക യോഹന്നാൻ തന്റെ പിൻഗാമിയെപ്പറ്റി പറഞ്ഞതുപോലെ ഇഗ്നേഷ്യസ് ഡി ലയോളയും തന്റെ പിൻഗാമിയെ നമുക്ക് പ്രവചിച്ചു തന്നു. ഇതാ ആ ദിവ്യപുരുഷൻ, ഫ്രാൻസിസ് സേവ്യർ. ഏപ്രിൽ 7 സ്പെയിനിലെ സമ്പന്ന കുടുംബമായ സേവ്യർ കോട്ടയിൽ
ഫ്രാൻസിസ് സേവ്യർ ഭൂജാതനായി. സൂര്യ തേജസ് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ഒരു ഇടം നേടിയവൻ. അവന്റെ വാക്കുകൾ സുഗന്ധദ്രവ്യങ്ങൾ പ്രവഹിക്കുന്ന ഒരു മഹാസാഗരം പോലെയാണ്. അനേകായിരങ്ങൾക്ക് പ്രേക്ഷിതരാകുവാൻ പ്രചോദനമായി വെളിച്ചമായി നിലകൊണ്ട വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അലങ്കരിച്ച ദേവദാരു വൃക്ഷം പോലെ ക്രിസ്തു സന്ദേശവുമായി അദ്ദേഹം ജനങ്ങളിലേക്ക് ചെന്നു. പാപികളുടെ സ്നേഹിതനായി, രോഗികളുടെ ആശ്വാസമായി, പീഡിതർക്ക് കാരുണ്യം നൽകുന്നവനായി മനുഷ്യരുടെ മുൻപിൽ അവൻ ജീവന്റെ അപ്പമായി അവതരിച്ചു. 1537 ജൂൺ 24 പുരോഹിതനായ അഭിഷിക്തനായ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തു സന്ദേശവുമായി മനുഷ്യരെ കാരുണ്യത്തിന്റെ ഭവനങ്ങളിലേക്ക് ദത്തെടുക്കാൻ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു. അനേകം ദേശങ്ങളിൽ, അനേകം ഭാഷകളിൽ ക്രിസ്തു സന്ദേശത്തിന്റെ മഹത്വം പകർന്നു നൽകിയ ഫ്രാൻസിസ് സേവ്യർ 1552 ഏപ്രിൽ 17 തന്റെ പ്രേക്ഷിത ദൗത്യവുമായി ചൈനയിലേക്ക് പുറപ്പെട്ടു. ചൈനീസ് തുറമുഖത്ത് ദൈവം കരുതി വച്ചിരുന്നത് മറ്റൊരു വിധിയായിരുന്നു. 1552 ഓഗസ്റ്റ് ചൈനീസ് തുറമുഖത്തിനടുത്തുള്ള സാഞ്ചിയാൻ ദ്വീപ് കഴിഞ്ഞു. ഫ്രാൻസിസ് കണ്ണു തുറക്കും. ഫ്രാൻസിസ് ഈ ജ്വരം നമ്മുടെ ഈ മരുന്ന് കൊണ്ടൊന്നും ഭേദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈദ്യരെ അന്വേഷിച്ചു പോയ ആ ജൂണിനെയും കാണുന്നില്ലല്ലോ. എന്റെ കർത്താവേ, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കരുത്. ഈ ദ്വീപിലെ മനുഷ്യരുടെ ഭാഷ അറിയാതെ ജോൺ എങ്ങനെ വൈദ്യരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? ഇനി ജോൺ എങ്ങാനും വല്ല അക്രമികളുടെ കയ്യിലും പെട്ടോ? ഓർക്കുമ്പം പേടിയാവുന്നു. ചൈനയിലേക്ക് പോകണമെന്ന് അവിടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ കർത്താവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഫ്രാൻസിസ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആരോരുമില്ലാത്ത ഈ ദ്വീപിൽ രോഗികൾക്കുള്ളിൽ കുടിലിൽ കിടന്ന് മരിക്കാനാണല്ലോ ഫ്രാൻസിസിന്റെ. അല്ലേ, അങ്ങനെയൊന്നും പറയരുത്. കർത്താവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ജോണല്ലേ ആ വരുന്നത്? ഇവിടെ വൈദ്യരുണ്ട് കൂടെ. ക്രിസ്റ്റഫർ, വൈദ്യരെ കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. നിങ്ങൾക്ക് ഭാഷ അറിയാമല്ലോ. ഇനി വൈദ്യര് നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി.
ദിവസമായി? ഇന്നേക്ക് 9 ദിവസമായി. എന്തെങ്കിലും ഭക്ഷിച്ചിട്ടോ സംസാരിച്ചിട്ടോ 3 ദിവസമായി. ജ്വരം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. ശരീരത്തിലെ ചൂടും ജലാംശവും വളരെയേറെ വറ്റിയിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാണ്. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഏത് ദേശക്കാരാണ്? ഈ സാബിയാൻ ദ്വീപിൽ നിങ്ങൾ എങ്ങനെ എത്തി? ഞങ്ങൾ ഇന്ത്യയിലെ ഗോവയിൽ നിന്നാണ്. ചൈനയിലേക്കുള്ള യാത്രക്കിടെ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടു. ഞങ്ങൾ ഈ ദ്വീപിൽ ഉപേക്ഷിച്ച് കപ്പൽ പോയി. സൂക്ഷിക്കണം. വിദേശികളെ ചൈനയിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. മാത്രവുമല്ല, വിദേശികളെ ചൈനയിലേക്ക് ഒളിച്ചു കിടത്തുകയോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയോ ചെയ്യുന്നവരെ അവിടുത്തെ ഭരണകൂടം കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചൈനയിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് അത്ര എളുപ്പമാകില്ല. പൊക്കം കുറഞ്ഞ മഞ്ഞക്കാരാണെങ്കിലും സൂര്യന്മാരാണേ, സൂക്ഷിക്കണം. ഇയാളുടെ ശരീരത്തിൽ മരുന്നുകളൊന്നും ഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ചികിത്സാ രീതി അനുസരിച്ച് ഇയാളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഷിച്ച രക്തം കുറെ ഒഴുക്കിക്കളഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടാക്കാം. ഞാൻ അതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി രോഗിക്ക് പരിപൂർണ വിശ്രമമാണ് ആവശ്യം. നിങ്ങൾ ഉറങ്ങാതെ കാവലിരിക്കുക. ആന്റണി, നവാറയിലെ ആ പ്രഭു കുടുംബത്തിൽ ജനിച്ച ഫ്രാൻസിസിന്റെ യൗവനകാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സമൃദ്ധിയിലും ദൂരത്തിലും കഴിഞ്ഞിരുന്ന ആ യുവാവ് എവിടെ? ദരിദ്രനും രോഗിയുമായ ഈ മനുഷ്യൻ എവിടെ? ശരിയാണ്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ പാത പിന്തുടരാൻ ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ചത് പുണ്യവാനായ ഇഗ്നേഷ്യസ് ലയോളയാണ്. അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കുമായിരുന്നൊരു വാക്യമുണ്ട്: ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ഈ വാക്യം ഫ്രാൻസിസിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിരുന്നു. ഫ്രാൻസിസ് പുറത്ത് കാറ്റിന്റെ പെരുമ്പറ ഇരുട്ടിനെ വെളിച്ചമാക്കിക്കൊണ്ട് മഞ്ഞുകണങ്ങൾ പെയ്യുകയാണ്. അതാ പൂമന്റെ മൂളൽ മരണത്തിന്റെ വരവറിയിക്കുന്നത് പോലെ എനിക്ക് പേടിയാവുന്നു. സഹോദര, തളരരുത്. ഇതെല്ലാം കർത്താവിന്റെ പരീക്ഷണങ്ങളാണ്. നേരെ ഒന്ന് വെളുത്തോട്ടെ. അതുവരെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം.